ഖുർആൻ പരമ്പരയിൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് 70-ാമത്തെ സൂറത്തുൽ മആരിജാണ്. 44 വാക്യങ്ങളുള്ള ഈ സൂറത്തും കഴിഞ്ഞ സൂറത്ത് പോലെ തന്നെ മക്കയിൽ മുഹമ്മദ് 13 വർഷക്കാലം എന്തൊക്കെ വിമർശനങ്ങളെയും പരിഹാസങ്ങളെയുമാണ് നേരിട്ടത്, അതിലുള്ള അദ്ദേഹത്തിൻ്റെ കലിപ്പും നിരാശയും ദേഷ്യവും എല്ലാം കൂടെ പ്രകടമാക്കുന്ന മറ്റൊരു അധ്യായമാണ് ഇത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒരു പ്രത്യേക സന്ദർഭത്തിലല്ല ഇത് അവതരിപ്പിക്കുന്നത്, മറിച്ച് കുറേ വർഷങ്ങളായിട്ട് മക്കയിൽ മുഹമ്മദ് നേരിട്ട ഏറ്റവും ഭീകരമായ പരിഹാസത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു പ്രതികരണമാണ് ഇതിനകത്ത് കാണുന്നത്. മക്കയിൽ മുഹമ്മദ് തൻ്റെ പ്രവാചകത്വം തെളിയിക്കുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെടുക മാത്രമല്ല, അവരുന്നയിച്ച ഒരു വാദത്തിനും യുക്തമായ മറുപടി നൽകാൻ മുഹമ്മദിന് കഴിഞ്ഞില്ല. അവർ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തുന്ന ഒരു മറുപടിയും മുഹമ്മദിൻ്റെ വായിലൂടെ അള്ളാഹുവിൻ്റെ വെളിപാടുകൾ എന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകത്വം തെളിയിക്കാൻ അവരാവശ്യപ്പെട്ട വളരെ യുക്തിസഹവും ലളിതവുമായിട്ടുള്ള ഒരു കാര്യവും മുഹമ്മദിന് അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനും ബബ്ബ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവസാനം മുഹമ്മദ് നിരന്തരമായിട്ട് അവരെ ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനുള്ള ഒരു മറുമരുന്ന് എന്ന നിലക്ക് മക്കയിലുള്ള പ്രമാണിമാരോട് മുഹമ്മദിനെ ശിക്ഷ ഇറക്കാനായിട്ട് വെല്ലുവിളിച്ചു. അതിൽ നിന്ന് മുഹമ്മദ് പല ഒഴിവുകഴിവും പറഞ്ഞ് പിന്മാറിയപ്പോൾ മുഹമ്മദിൻ്റെ മുമ്പിൽ ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് മുഹമ്മദിൻ്റെ ദൈവമായ അള്ളാഹുവിനോട് നളർ ഇബ്നു ഹാരിസിൻ്റെ നേതൃത്വത്തിലുള്ള മക്ക പ്രമാണിമാർ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മുഹമ്മദിൻ്റെ സാന്നിധ്യത്തിൽ മക്കക്കാർ വട്ടം കൂടി നിന്നുകൊണ്ട് നളർ ഇബ്നു ഹാരിസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഈ ചങ്ങാതി പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങളുടെ തലയിൽ കൂടെ നീ ചരൽ വർഷം ഏൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പമുണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ആകാശം പൊട്ടി വീഴ്ത്തിക്കൊണ്ടോ ഞങ്ങളെതാ ഈ നിമിഷം ശിക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അവർ ഉറക്കെ പ്രാർത്ഥിച്ചു മുഹമ്മദിൻ്റെ മുമ്പിൽ. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മുഹമ്മദ് ശരിക്കും ഉത്തരം മുട്ടുക മാത്രമല്ല, മുഹമ്മദിൻ്റെ സമനില തെറ്റി മുഹമ്മദ് അതിനോട് പ്രതികരിച്ചുകൊണ്ട് വിളിച്ചു കൂവിയ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പറയുന്ന വാക്യങ്ങളും ഇതേ വാക്യങ്ങൾ ഇതിനു മുമ്പ് പല അധ്യായങ്ങളിലായിട്ട് ആവർത്തിച്ചിട്ടുള്ളതും. ആ ആവർത്തിച്ചു കൊണ്ടിരുന്ന വാക്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് വീണ്ടും ഈ ഒരു വിഷയത്തിൽ മക്കക്കാർ തങ്ങൾക്ക് ശിക്ഷ ഇറക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദിൻ്റെ സാന്നിധ്യത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ ഒരു കാര്യം അത് മുഹമ്മദിനെ വല്ലാതെ വെട്ടിലാക്കി കളഞ്ഞു. കാരണം മുഹമ്മദ് അള്ളാഹുവിനായിട്ട് നേരിട്ട് ഹോട്ട്ലൈൻ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഇവർ പറയുന്ന ഓരോ കാര്യത്തിനും അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മറുപടിയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ ആളുകൾ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് ശിക്ഷ ഇറക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് അവർ മുഹമ്മദിനോട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് ചെയ്തിരുന്നത്, അങ്ങനെ ശിക്ഷ ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അള്ളാഹുവിനെ വിളിച്ചിട്ടൊന്ന് ശിക്ഷ ഇറക്കി കാണിക്ക്, എന്നിട്ടെങ്കിലും നിന്നെ ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാലോ നീ പ്രവാചകനാണ് എന്ന് പറഞ്ഞ്. അതിൽ നിന്ന് മുഹമ്മദ് ഒഴിഞ്ഞു മാറിയപ്പോഴാണ് അവർ അവസാനത്തെ ഒരു തന്ത്രം എന്ന നിലക്ക് മുഹമ്മദിനെ സമ്പൂർണ്ണമായി മുട്ടുകുത്തിക്കാൻ വേണ്ടി മുഹമ്മദിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിച്ചു ശിക്ഷ ഇറക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ആ പ്രാർത്ഥനയോടുള്ള ഒരു പ്രതികരണമാണ് ഈ സൂറത്തിലെ 44 വാക്യങ്ങൾ. നമുക്ക് വായിച്ചു നോക്കാം. സംഭവിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. അവിശ്വാസികൾക്ക് അതിനെ തടുക്കുന്നതൊന്നും ഇല്ല. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൽ നിന്ന്. ഈ വാക്യങ്ങളൊക്കെ ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ബ്രാക്കറ്റ് ഒഴിവാക്കി വായിച്ചാൽ ഒരു ഗ്രാമറും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആശയങ്ങളൊന്നും വ്യക്തമാവില്ല. ആശയങ്ങൾ വ്യക്തമാവണമെങ്കിൽ ഈ വ്യാഖ്യാതാക്കൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ വാചകങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് കൂടെ നമ്മൾ വായിക്കണം. അപ്പോൾ മാത്രമേ ഓരോ വാചകത്തിനും എന്തെങ്കിലും ഒരു ആശയം വരുന്നുള്ളൂ. ഞാനത് ബ്രാക്കറ്റ് ഒഴിവാക്കി വായിക്കുന്നത് ഖുർആൻ്റെ ഭാഷ എത്രത്തോളം വികലമാണ് എന്നുകൂടി പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ വായിച്ചത് 3 ആദ്യത്തെ വാക്യങ്ങളാണ്. ഇനി 4-ാമത്തെ വാക്യം.
മലക്കുകളും റൂഹും അവങ്കിലേക്ക് കയറിപ്പോകുന്നു 50,000 കൊല്ലം വലിപ്പമുള്ളതായ ഒരു ദിവസത്തിൽ. എന്നാൽ നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു, നാം അതിനെ അടുത്തതായും കാണുന്നു. സംഭവിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. നളർ ഇബ്നു ഹാരിസാണ് ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. അള്ളാഹുവിനോട് നളർ ഇബ്നു ഹാരിസ് ശിക്ഷ ഇറക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് അള്ളാഹു നൽകുന്ന മറുപടിയാണിത്. അള്ളാഹു ആദ്യമൊന്നും മറുപടി നൽകിയില്ല. കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ഇവർ ആവർത്തിച്ചപ്പോൾ അവസാനം ഹോൾസെയിലായിട്ട് എല്ലാത്തിനും കൂടെയുള്ള ഒരു മറുപടി പറയുകയാണ്. മുഹമ്മദ് മദീനയിലേക്ക് സ്ഥലം വിടാൻ തീരുമാനിച്ചതിന് ശേഷം എന്താ പറയാൻ പോകുന്നത്? മറുപടി ഇതാണ്. 2-ാമത്തെ വാക്യം, അവിശ്വാസികൾക്ക് അതിനെ തടുക്കുന്നത് ഇല്ല. അവിശ്വാസികൾക്ക് അതിനെ തടുക്കാൻ കഴിയില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നളർ ഇബ്നു ഹാരിസും മക്കക്കാരും ഇറക്ക് ശിക്ഷ എന്ന് പറഞ്ഞത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദിൻ്റെ ഉഡായിപ്പ് പൊളിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. മുഹമ്മദിൻ്റെ തട്ടിപ്പ് പൊളിക്കാൻ വേണ്ടിയാണ് അവർ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചത്. അങ്ങനെ അള്ളാഹു അവരുടെ ദൈവമാണ്, അവർ ആരാധിച്ചിരുന്ന ദൈവമാണ്. അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരൊന്നും ആയിരുന്നില്ല. അവരുടെ സുപ്രീം ദൈവമായ അള്ളാഹുവിനോട് തന്നെയാണ് അവർ നേരിട്ട് മുഹമ്മദിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചത്. അതിനുള്ള മറുപടിയാണിത്. അവിശ്വാസികൾക്ക് അതിനെ തടുക്കാനൊന്നും കഴിയൂല. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൽ നിന്ന്, കയറിപ്പോകുന്ന സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശങ്ങളാണ്. ഈ ആകാശങ്ങളുടെ അധിപനായി ആകാശത്തിൻ്റെ മുകളിലിരിക്കുന്ന അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ അത് അവിശ്വാസികൾക്ക് തടുക്കാനൊന്നും കഴിയില്ല എന്നുള്ള ഒരു ഉത്തരമാണ് ശിക്ഷ ഇറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചതിന് അള്ളാഹുവിൽ നിന്ന് മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തു വരുന്നത്. മലക്കുകളും ആത്മാവും അവങ്കിലേക്ക് കയറിപ്പോകുന്നു 50,000 കൊല്ലം വലിപ്പമുള്ളതായ ഒരു ദിവസത്തിൽ. ഇവർ ശിക്ഷ ഇപ്പം ഇറക്കുമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇപ്പം അങ്ങോട്ട് ഇറക്കാൻ അള്ളാഹുവിനെ കൊണ്ട് ആവതില്ല. കാരണം ഈ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മലക്കുകൾ അങ്ങോട്ട് കൊണ്ടുചെല്ലണമെങ്കിൽ 50,000 കൊല്ലം വേണമെന്നാണ് അള്ളാഹു അവിടെ ഇരുന്നുകൊണ്ട് മറുപടി പറയുന്നത്. അതിൻ്റെ ഒരു കോമഡി ആലോചിച്ച് നോക്ക്. ഇവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിൻ്റെ അടുത്ത് എത്തി, സെക്കൻഡ് കൊണ്ട് എത്തി. എന്നിട്ട് അതിന് മറുപടിയായിട്ട് ശിക്ഷ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഇവരുടെ പ്രാർത്ഥന ഔപചാരികമായിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കണ്ട് എത്തണമെങ്കിൽ ഇവിടുന്ന് മലക്കുകൾ താങ്ങിപ്പിടിച്ച് അവിടെ എത്തുമ്പോഴേക്ക് 50,000 കൊല്ലം എടുക്കുന്നതാണ്. ഇത് ഖിയാമത്ത് നാളിൻ്റെ നീളമാണ് എന്നാണ് വ്യാഖ്യാനം. ഖിയാമത്ത് നാളിൻ്റെ നീളം തന്നെ 1000 വർഷമാണ് എന്ന് ഖുർആനിൽ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളിൻ്റെ ദൈർഘ്യം നമ്മുടെ 1000 കൊല്ലത്തിന് തുല്യമാണെന്ന്. എന്നാൽ ഇവിടെ അത് കുറച്ചും കൂടെ നീട്ടിയിട്ട് 50,000 ആക്കുകയാണ് മുഹമ്മദ്. എന്തിനാണ് 50,000 ആക്കുന്നത്? ശിക്ഷ ഇറങ്ങാനുള്ള കാലതാമസത്തിന് ഒരു ന്യായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ഈ ദിവസത്തിന് മലക്കുകൾ അങ്ങോട്ട് കയറിപ്പോകുന്ന ദിവസത്തിന് 1000 വർഷത്തെ നീളമാണുള്ളത് എന്ന് മുഹമ്മദ് ഇതേ ഖുർആനിൽ പറഞ്ഞ കാര്യം ഇവിടെ മറന്നുപോയി. അത് മറന്നുപോയിട്ട് തൽക്കാലം ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ ആശ്വസിപ്പിക്കാനല്ല, ഇതൊക്കെ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകളെ എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെയുള്ള ഒരു തരികിടയാണ്. അവനവൻ്റെ പാർട്ടിയുടെ ആൾക്കാരെ ഒപ്പം നിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തരികിട പറയുന്നത് പോലെ അവനവൻ്റെ കൂടെ കൂടിയ ആൾക്കാരെ കൂടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഓരോരോ ന്യായങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ ന്യായമാണിത്. അങ്ങോട്ട് കയറിപ്പോകാൻ 50,000 കൊല്ലത്തിൻ്റെ നീളം വേണം. എന്നാൽ നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. ആരോടാ പറയുന്നത്? ഈ ചോദ്യം ചോദിച്ച ആളോടോ അല്ലെങ്കിൽ മുഹമ്മദിനോടോ ആയിരിക്കാം. ഇവിടെ ചോദ്യം ചോദിച്ച ആളെ സംബോധന ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. എന്നാൽ നീ ക്ഷമ കൈക്കൊള്ളുക എന്ന് മുഹമ്മദിനോടാണ് പറയുന്നത് എന്ന് ബ്രാക്കറ്റിൽ തഫ്സീറുകളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സൂറത്ത് തുടങ്ങുന്നത് ചോദ്യം ചോദിച്ച ആളെ സംബോധന ചെയ്തുകൊണ്ടാണ്. അതായത് ശിക്ഷ ഇറക്കുക എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച നളർ ഇബ്നു ഹാരിസിനെ പോലെയുള്ള മക്കക്കാരെയാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. എന്നിട്ട് ക്ഷമ കൈക്കൊള്ളാൻ പറയുകയാണ്. മുഹമ്മദിനോട് ക്ഷമിക്കാൻ പറഞ്ഞു എന്നാണ് തഫ്സീറുകൾ പറയുന്നത്. എന്തിനാ മുഹമ്മദ് ക്ഷമിക്കുന്നത്? മുഹമ്മദിനല്ലല്ലോ ക്ഷമകേട്, മക്കക്കാർക്കല്ലേ ക്ഷമകേട് ഉണ്ടായിരുന്നത്. മക്കക്കാരല്ലേ ശിക്ഷ ഇറക്കാൻ ആവശ്യപ്പെട്ടത് ചുമ്മാതല്ല. കാരണം മുഹമ്മദ് അവിടെ 10-12 കൊല്ലമായിട്ട് ഞങ്ങളെ തലയിൽ കൂടെ ആകാശം പൊട്ടി വീഴും, നിങ്ങളെ ഭൂകമ്പം ഉണ്ടാക്കി കൊല്ലും, നിങ്ങളെ വെള്ളത്തിൽ മുക്കും, നിങ്ങളെ കൊടുങ്കാറ്റടിച്ച് നശിപ്പിക്കും, അള്ളാഹു പണ്ടിങ്ങനെയൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്, റസൂലുമാരെ ധിക്കരിച്ചാൽ അള്ളാഹുവിൻ്റെ പതിവ് അതാണ് എന്ന് പറഞ്ഞ് നിരന്തരം ശിക്ഷാഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് മക്കയിൽ.
അപ്പോഴാണ് എന്നാൽ ശിക്ഷ ഇങ്ങോട്ട് ഇറക്കിയിട്ടെങ്കിലും നീ നബിയാണെന്ന് ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടാ എന്ന ആവശ്യം അവർ ഉന്നയിച്ചത്. അതിന് നബി ഇതുപോലെയുള്ള കഴിവുകൾ പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു മാറി. അപ്പോഴാണ് നബിയുടെ നേരെ മുമ്പിൽ വന്നിട്ട് മക്കക്കാർ നളർ ഇബ്നു ഹാരിസിൻ്റെ നേതൃത്വത്തിൽ അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചിട്ട് ഇറക്ക് ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. സ്വന്തം തലയിൽ ശിക്ഷ ഇറക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അന്ത്യദൂതൻ എന്ന് അവകാശപ്പെട്ട മുഹമ്മദിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മുഹമ്മദിനെ അംഗീകരിക്കാത്ത മക്കയിലെ ശത്രുക്കൾ അള്ളാഹുവിനോട് നേരിട്ട് ശിക്ഷ ഇറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച സമയത്താണ് അള്ളാഹുവിൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്ന ഈ ഉഡായിപ്പ് വർത്തമാനങ്ങൾ മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തു വരുന്നത്. എന്നിട്ട് അതിന് ന്യായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50,000 കൊല്ലത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നാണം കെട്ട പണിയെടുക്കുകയാണ് ഇവിടെ മുഹമ്മദ് ചെയ്യുന്നത്. 6-ാമത്തെ വാക്യം, നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു, നാം അതിനെ അടുത്തായും കാണുന്നു. മക്കക്കാർ ഈ ശിക്ഷയൊന്നും ഇപ്പോൾ ഒന്നും വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് മുഹമ്മദിനറിയാം. മക്കക്കാർ ഇത്രയും ധൈര്യത്തിൽ പ്രാർത്ഥിക്കുന്നത് ശിക്ഷയൊന്നും പെട്ടെന്ന് ഇറങ്ങൂല എന്നുള്ളത് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. കാരണം അവർക്കറിയാം മുഹമ്മദ് ഉഡായിപ്പാണെന്നും മുഹമ്മദ് പറയുന്ന പോലെയൊന്നും സംഭവങ്ങൾ നടക്കില്ല എന്നും. അതുകൊണ്ട് അവർ ഇതൊരു ദീർഘകാലത്തെ പ്രശ്നമായിട്ട് കാണുന്നു. ഇനിയിപ്പോൾ ലോകം അവസാനിക്കുക അല്ലെങ്കിൽ ശിക്ഷ ഇറങ്ങി ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടേ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് മക്കക്കാർ ധൈര്യമായിട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത്. എന്നിട്ട് അതിന് പറയുന്ന ന്യായമാണ് അവരതിനെ വിദൂരമായ ഒന്നായി കാണുന്നത്, പക്ഷേ ഞാൻ അതിനടുത്തായി കാണുന്നു. ഈ 50,000 കൊല്ലം നീളമുള്ള ഒരു കാലാവധി ഇവിടുത്തെ പ്രാർത്ഥന അവിടെ കൊണ്ട് എത്തിക്കാൻ എടുക്കും എന്ന് പറഞ്ഞത് ഈ 50,000 കൊല്ലം എന്തായാലും ഇവർ ജീവിച്ചിരിക്കില്ലല്ലോ. അപ്പോൾ അവരതിനെക്കുറിച്ച് ഭയമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അവരതിനെ വളരെ വിദൂരമായിട്ടാണ് കാണുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അടുത്താണ്. ഈ 50,000 കൊല്ലം അള്ളാഹ്ക്ക് വളരെ അടുത്താണെന്ന്. അള്ളാഹ്ക്ക് വളരെ അടുത്തായതുകൊണ്ട് മക്കക്കാർക്ക് എന്താ പ്രശ്നമുള്ളത്? 50,000 കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു ശിക്ഷ ഇറക്കുന്നതിന് മക്കക്കാർ പേടിക്കേണ്ട കാര്യം എന്താ? നമ്മൾ പോലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സംഭവങ്ങൾ നടന്നിട്ട് വെറും 1400 കൊല്ലമായിട്ടേ ഉള്ളൂ. 1400 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 50,000 കൊല്ലം കഴിയണമെങ്കിൽ എത്രങ്ങാനും കാലം ഇനിയുണ്ട്. അപ്പോഴും അവിടുന്ന് നളർ ഇബ്നു ഹാരിസിൻ്റെ പ്രാർത്ഥന ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. മലക്ക് താങ്ങിക്കൊണ്ട് ഇപ്പോഴും പോവുക. 50,000 കൊല്ലം കഴിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. അത് അള്ളാഹ്ക്ക് അത് ചെറിയ സമയമാണെന്ന്. അള്ളാഹ്ക്ക് ചെറിയ സമയത്തിന് നമുക്ക് എന്ത് ചെയ്തം? നമുക്ക് അനുഭവിക്കുന്ന സമയം അനുസരിച്ചല്ലേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് അവിടെ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. ഇനി ഈ 1000 കൊല്ലത്തെ നീളം പറഞ്ഞ ഖിയാമത്ത് നാളിന് 50,000 കൊല്ലത്തെ നീളം പറഞ്ഞ് ഇവിടെ ഈ വിരോധാഭാസം ഇറക്കിയതിനെക്കുറിച്ച് ഏത് ഖുർആൻ വാക്യത്തിനും കൃത്യമായി വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന ഇബ്നു അബ്ബാസിനോട് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് പോലും അതിന് ഉത്തരം പറയാൻ എന്നെക്കൊണ്ട് കഴിയൂല, അത് ഞാൻ അള്ളാഹ്ക്ക് റെഫർ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന് ചോദ്യങ്ങൾ റെഫർ ചെയ്തതായിട്ട് അമാനി മൗലവി തന്നെ ഇവിടെ ഹദീസ് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിക്കുന്നു: അവൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് നിങ്ങൾ എണ്ണി വരുന്ന 1000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കിലേക്ക് കയറിപ്പോകുന്നു. ഈ 2 വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നത് എന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസിനോട് ചോദിക്കുകയുണ്ടായി എന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ ഉദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ 2 ദിവസങ്ങളെപ്പറ്റി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അവയെപ്പറ്റി അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ കിതാബിൽ എനിക്ക് അറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. ഇത് ഇബ്നു അബ്ബാസ് പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ ഇത് രണ്ടും പറയുന്നുണ്ട്. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, ഇത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് ഒഴിഞ്ഞു മാറി എന്നാണ് ഇവിടെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അമാനി മൗലവി പറയുന്നത്. എന്നിട്ട് അമാനി മൗലവി സ്വന്തം അഭിപ്രായം പറയുന്നത് ഇങ്ങനെയാണ്: നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇത് തന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുക. എന്ന് വെച്ചാൽ ഇബ്നു അബ്ബാസ് പറഞ്ഞ മാതിരി നമ്മൾ ഇതിൻ്റെ കണക്കൊന്നും നോക്കാൻ പോകണ്ട. ഇതിലിങ്ങനെ പല ഭ്രാന്തും പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അള്ളാൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യാം എന്ന ഇബ്നു അബ്ബാസിൻ്റെ അതേ നിലപാട് തന്നെ നമ്മളും സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവി വായനക്കാരെ വിഡ്ഢികളാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഖുർആനിലുള്ള വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വൈരുദ്ധ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കണക്കുപ്പെട്ടതാണെന്നും നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നും മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതി ഉണ്ടെന്ന്, അതുകൊണ്ട് നിങ്ങൾ ചങ്ക് തൊടാതെ വിരോധാഭാസങ്ങൾ മുണുങ്ങിക്കൊളിയും എന്നുമാണ്
ഈ പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് മുഹമ്മദ് മക്കക്കാരുടെ മുമ്പിൽ ഉത്തരം മുട്ടി നാണം കെട്ട് മാനസിക സമനില തെറ്റി പിച്ചും പേയും പറയുന്നത് പോലെ പറഞ്ഞ വിരോധാഭാസങ്ങൾ മാത്രമാണ്. കാരണം മുഹമ്മദിന് അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് ആ മക്കക്കാരുടെ മുമ്പിൽ പിന്നെയും പിന്നെയും മുഹമ്മദ് പരിഹാസ്യനാകുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. അള്ളാഹു എന്ന പടച്ചോന് ഇവിടുന്ന് അങ്ങോട്ട് പ്രാർത്ഥന ചൊല്ലിയാൽ ആ പ്രാർത്ഥന അങ്ങോട്ട് എത്താൻ 50,000 കൊല്ലം കാത്തു നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് തടി രക്ഷപ്പെടുത്തേണ്ട ഗതികേടാണ് മുഹമ്മദിന് അന്ന് മക്കക്കാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. 8ാമത്തെ വാക്യം, ആകാശം ലോഹദ്രാവകം പോലെ ആയിത്തീരുന്ന ദിവസം. ഇനി ഖിയാമത്ത് നാളിൻ്റെ പോരിശ പറയാണ്. മുഹമ്മദ് ഇവിടെ പ്രയോഗിച്ച ഒരു കള്ളക്കളി നോക്കൂ. അവർ മുഹമ്മദ് ഭീഷണിപ്പെടുത്തിയ ഇഹലോക ശിക്ഷയാണ് ആവശ്യപ്പെട്ടുകൊണ്ട് വെല്ലുവിളിച്ചതും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതും. എന്നിട്ട് അതിന് മറുപടി പറയുമ്പോൾ മുഹമ്മദിൻ്റെ അള്ളാഹും കൂടി നേരെ വെച്ച് പിടിക്കുകയാണ് പരലോകത്ത് വരാൻ പോകുന്ന ഖിയാമത്ത് നാളിൻ്റെ ശിക്ഷയും ഖിയാമത്ത് നാളിൻ്റെ പോരിശകളും പറഞ്ഞുകൊണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി അല്ല മക്കക്കാരവിടെ പ്രാർത്ഥിച്ചതും വെല്ലുവിളിച്ചതും. മുഹമ്മദ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പോലെ മുൻ പ്രവാചകന്മാരുടെ കാലത്ത് അവരെ ധിക്കരിച്ചവർക്ക് നേരെ ഇറങ്ങിയതുപോലുള്ള കൊടുങ്കാറ്റ് ഇറക്കിയിട്ടും ആകാശം പൊളിച്ചടിച്ചിട്ടും കല്ലുമഴ ചൊരിഞ്ഞിട്ടും ഇഷ്ടിക കൊണ്ടെറിഞ്ഞിട്ടും ഒക്കെ നടത്തിയിരുന്ന ഇഹലോക ശിക്ഷ നടപ്പിലാക്കി കാണിക്കാനാണ് മക്കക്കാർ പ്രാർത്ഥിച്ചത്. അതിന് മറുപടി പറയുമ്പോൾ മുഹമ്മദിൻ്റെ അള്ളാഹും കൊഞ്ഞനം കുത്തി ബബ്ബ അടിച്ചിട്ട് നേരെ പരലോക ശിക്ഷയിലേക്കും ഖിയാമത്ത് നാളിലേക്കും വെച്ച് കാച്ചുകയാണ് ചെയ്യുന്നത്. എത്ര പരിഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ആകാശം എണ്ണക്കീടമാകും പോലെ ലോഹദ്രാവകമാകും പോലെ ആയിത്തീരുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഖിയാമത്ത് നാളിൻ്റെ ഓരോരോ അടയാളങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുകയാണ് ഇവരെ. പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെ ആയിത്തീരുകയും ചെയ്യും. ഒരുറ്റ ബന്ധുവിനോടും സംസാരിക്കുകയില്ല, ചോദിക്കുകയില്ല. അവർക്ക് അവരെ കാണിക്കപ്പെടും. കുറ്റവാളിയായുള്ളവർ കൊതിക്കും തൻ്റെ മക്കളെക്കൊണ്ട് അന്നത്തെ ശിക്ഷയിൽ നിന്ന് താൻ മോചനം നേടിയിരുന്നെങ്കിൽ, തൻ്റെ സഹധർമ്മിണിയെയും തൻ്റെ സഹോദരനെയും കൊണ്ടും തനിക്ക് സങ്കേതം നൽകിയിരുന്ന തൻ്റെ ബന്ധുകുടുംബങ്ങളെ കൊണ്ടും. അപ്പോൾ ലോകാവസാനമൊക്കെ കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാളിൽ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അവിടുത്തെ ശിക്ഷ കണ്ട് ബേജാറായി പേടിച്ചിട്ട് സ്വന്തം മക്കളെ പണയം കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ സ്വന്തം സഹോദരങ്ങളെയൊക്കെ പകരം കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ എന്ന് ആലോചിച്ച് പോവും, അത്രയ്ക്ക് ബേജാറായി പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഖിയാമത്ത് നാളിൻ്റെ അന്ന് നടക്കുന്ന ഏർപ്പാടുകളും അന്നത്തെ ശിക്ഷകളെയൊക്കെ പറഞ്ഞുകൊണ്ട് ബേജാറാക്കാൻ ശ്രമിക്കുകയാണ്. ആരുടെ മുമ്പിൽ ശിക്ഷ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് ഇറക്ക് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ. 14, ഭൂമിയിലുള്ളവരെ മുഴുവൻ കൊണ്ടും എന്നിട്ട് അവ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായേനെ എന്നവർ കൊതിക്കും എന്നൊക്കെയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ അന്ന് ഈ ശിക്ഷ ഭയപ്പെട്ടിട്ട് മനുഷ്യന്മാർ സ്വാർത്ഥരായി പോകുമെന്നും തൻ്റെ മക്കളെപ്പോലും ബലി കൊടുത്തിട്ടായാലും തനിക്ക് രക്ഷ കിട്ടണമെന്നും ബേജാറായി ഓടിപ്പാഞ്ഞ് നടക്കുമെന്നും അന്ന് മനുഷ്യർ സ്വന്തം ബന്ധുക്കളെ പോലും മറക്കുമെന്നും സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂന്നും എന്നാലും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും അവർക്ക് അത്ര ശിക്ഷ കിട്ടും ഇത്ര ശിക്ഷ കിട്ടുമെന്നും ആകാശം വന്ന് ലോഹം ഉരുകിയതുപോലെ ഉരുകി താഴേക്ക് വീഴുമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഖിയാമത്ത് നാൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. 15, അത് വേണ്ട, നിശ്ചയമായും അത് ലതാ ആകുന്നു. അപ്പോൾ അങ്ങനെ കൊതിക്കുന്നവരോട് ഈ അള്ളാൻ്റെ മലക്കുകളും പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് ഇതാ ലതാ നരകം എന്ന് പറഞ്ഞിട്ട് ആളിക്കത്തുന്ന നരകമാവുന്നു. എന്നിട്ട് തലയുടെ തൊലി നീക്കുന്നത്, തലയിലുള്ള തൊലിയൊക്കെ കത്തിക്കരിഞ്ഞ് നീങ്ങിപ്പോകും. പിന്നോക്കം പോവുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവരെ അത് വിളിക്കും. മുഹമ്മദിൻ്റെ ഈ ബടായികളൊക്കെ കേട്ടിട്ട് തിരിഞ്ഞു പോയ ആൾക്കാരുണ്ടല്ലോ മക്കയിലെ പ്രമാണിമാർ, അവരെയൊക്കെ ആ നരകം കെട്ട് വിളിച്ച് വലിക്കും. എന്നിട്ട് അവരെയൊക്കെ നരകത്തിലിട്ട് കത്തിക്കും. എന്നിട്ട് അവരുടെ തൊലിയൊക്കെ കരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ശേഖരിച്ചു കൂട്ടുകയും എന്നിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്ത, അവരെക്കുറിച്ച് വീണ്ടും പറയാണ്, വിശേഷണം പറയാണ്, ശേഖരിച്ചു കൂട്ടുകയും എന്നിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്ത. ഇത് ഇടയ്ക്കിടയ്ക്ക് മുഹമ്മദ് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് ഖുർആനിൽ. കാരണം മുഹമ്മദിന് മക്കയിൽ സമ്പത്ത് ശേഖരിച്ചു വെച്ചിരുന്ന പ്രമാണിമാരോടുണ്ടായിരുന്ന കടുത്ത വിദ്വേഷവും അസൂയയുമാണ് ഇവിടെ ഈ നിറച്ചു വരുന്നത്.
അവർ ശേഖരിച്ചു വെക്കുന്നു, എന്നിട്ട് അവർ മുഹമ്മദ് ഉദ്ദേശിച്ച മാതിരി ഒന്നും ചിലവാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമ്പത്തും ധനവും ഉണ്ടായിരുന്ന ആളുകളോടുള്ള അസൂയയാണ് ഇവിടെ മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തേക്ക് ചാടുന്നത്. ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഒരു ദൈവമെന്ന സങ്കല്പത്തെ തന്നെ കൊച്ചാക്കി അവഹേളിക്കുകയാണ് ഈ ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 അതായത് തനിക്ക് ദോഷം ബാധിച്ചാൽ ക്ഷമകെട്ടവനായിട്ട്, തനിക്ക് ഗുണം ബാധിച്ചാൽ മുടക്കക്കാരനായിട്ടും. 22 നമസ്കരിക്കുന്നവർ ഒഴികെ. ഇനി അവിടുന്ന് മക്കാരെ ചീത്ത പറഞ്ഞതിന് ശേഷം മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ദരിദ്രവാസികളെ നന്നാക്കി പറയുന്ന കാര്യങ്ങളാണ് ഇനി വരുന്നത്. നമസ്കരിക്കുന്നവർ ഒഴികെ, ഈ നരകത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ നിസ്കരിക്കുന്നവരെ ഒഴിവാക്കിയിരിക്കുന്നു. അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ നിത്യനിഷ്ഠയുള്ളയാളുകൾ, തങ്ങളുടെ സ്വത്തുക്കളിൽ അറിയപ്പെട്ട അവകാശമുള്ളവരും, ചോദിക്കുന്നവനും മുടക്കം ബാധിച്ചവനും. ഈ ചോദിക്കുന്നവനും മുടക്കം ബാധിച്ചവനും എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്വത്തും പൈസയൊക്കെ ഉള്ളവർ വളരെ കുറവായിരുന്നു. മറിച്ച് ആരെങ്കിലുമൊക്കെ കണ്ട കൈ നീട്ടി ചോദിക്കുന്ന ഭിക്ഷക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ മുടക്കം ബാധിച്ചവർ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, ഒന്നിനും കഴിയാത്ത, സാമ്പത്തികമായിട്ടൊന്നും ശേഷിയില്ലാത്ത ആളുകൾ. മുഹമ്മദിൻ്റെ കൂടെ ദരിദ്രവാസികളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് നിസ്കരിക്കാൻ പറ്റുമായിരുന്നു. പോലും ഇങ്ങനെ നിസ്കരിച്ച് മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നു. അപ്പോൾ നിസ്കരിക്കുന്നവരും ഈ ദരിദ്രവാസികളുമായിട്ടുള്ള തൻ്റെ കൂടെയുള്ളവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്താനും ആശ്വസിപ്പിക്കാനും ശ്രമിക്കുകയാണ്. മക്കക്കാരുടെ മുമ്പിൽ മുഹമ്മദ് ഇളിഭ്യരാകുന്നത് നോക്കിക്കണ്ട് സ്വന്തം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസികളെ കൂടെ നിർത്താൻ മുഹമ്മദ് ഉപയോഗിക്കുന്ന തന്ത്രമാണ് അവർക്ക് നരകമാണ്, നിങ്ങൾക്ക് സ്വർഗമാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിന്നോളി എന്നുള്ള ആജ്ഞ. 26 പ്രതിഫല നടപടിയുടെ ദിവസത്തെ സത്യമാക്കി വിശ്വസിക്കുന്നവരും. പ്രതിഫല ദിവസത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതല്ലല്ലോ മുഹമ്മദ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിന് മുമ്പ് തന്നെ ശിക്ഷ ഇറങ്ങുന്നതാണ്. ആ ശിക്ഷ ഇറങ്ങുന്നതിൽ ഇവർക്കും വിശ്വാസം വരില്ലല്ലോ ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അവരത് വിശ്വസിക്കേണ്ട, പരലോകത്തെ ശിക്ഷയിൽ വിശ്വസിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ മുഹമ്മദ് പറയുന്നത്. കാരണം മറ്റേ ശിക്ഷ എന്തായാലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് മുഹമ്മദിന് ഏകദേശം ഉറപ്പായി, മുഹമ്മദിൻ്റെ അള്ളാഹുവിനും ഉറപ്പായി. അപ്പോൾ അള്ളാഹു 50,000 കൊല്ലത്തെ കണക്കൊക്കെ പറഞ്ഞിട്ട് മെല്ലെ തടിയെടുക്കുകയാണ്. അപ്പോൾ സ്വന്തം കൂടെ ഉള്ളവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവരെക്കുറിച്ച് പറയുകയാണ്, പരലോകത്തെ ശിക്ഷയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് അവർ എന്ന്. തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുള്ളവരും. റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുള്ളവരാണ്. കാരണം റബ്ബിന് ശിക്ഷിക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് മറ്റവർക്ക് ബോധ്യമായതുകൊണ്ടാണ് മറ്റവർ മുഹമ്മദിനെ ഒഴിവാക്കി പോയത്. അപ്പോൾ കൂടെ ഉള്ളവരെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ റബ്ബിൻ്റെ ശിക്ഷയിൽ ഭയമുള്ളവരാണ്. നിശ്ചയമായും അവരുടെ റബ്ബിൻ്റെ ശിക്ഷ സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു. ബ്രാക്കറ്റിൽ കൊടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ വരികയില്ല എന്ന് സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു. അതായത് ശിക്ഷയൊന്നും വരില്ല എന്ന് വിശ്വസിക്കാൻ പാടില്ല, ശിക്ഷ വരുമെന്ന് തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കണം നമ്മൾ എന്നാണ്. ശിക്ഷ വരില്ല എന്ന് വിശ്വസിക്കാൻ കാരണം മുഹമ്മദ് ഇതുപോലെ ശിക്ഷ വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ശിക്ഷ വരുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ ഇളിഭ്യരാവുകയും ചെയ്തപ്പോൾ ശിക്ഷ വരട്ടെ എന്ന് പറഞ്ഞ് അവർ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മുഹമ്മദ് ബബ്ബടിക്കുന്ന ദയനീയമായ ചിത്രമാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. 29 തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരും. ഇനിയിപ്പോൾ ഇവരുടെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റേ വഷളത്തരം വീണ്ടും പറയുകയാണ്. തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരും തങ്ങളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയിട്ടുള്ളവരോ സംബന്ധിച്ചല്ലാതെ, കാരണം അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. അപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ വിശ്വസിച്ച് കൂടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു ഗുണം എന്താണ്? സ്വർഗത്തിൽ പോകാനുള്ള ആൾക്കാരുടെ ഒരു ഗുണം, അവർ തങ്ങളുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കും, ചാരിത്രം സൂക്ഷിക്കും, വ്യഭിചാരത്തിനൊന്നും പോകില്ല എന്ന്. ഏതൊക്കെ ഒഴിച്ച് തങ്ങളുടെ ഭാര്യമാരുടെയും വലങ്കൈകൾക്ക് ഉടമപ്പെട്ട അടിമകളുടെയും കാര്യത്തിലൊഴികെ. അതിലവർക്ക് യാതൊരാക്ഷേപവും ഇല്ല. അള്ള പറയാനേ, ഭാര്യമാരെയും അടിമ സ്ത്രീകളെയും പൂശുന്നതിൽ അള്ളാഹുവിന് യാതൊരാക്ഷേപവും ഇല്ല എന്ന് അനുബന്ധമായി പറഞ്ഞുകൊണ്ട് അതല്ലാത്തവരെ പൂശാൻ പോകുന്നവർ നരകത്ത് പോകുമെന്നും സ്വർഗത്തിൽ പോകുന്ന ആൾക്കാർ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈംഗിക സദാചാരം പഠിപ്പിക്കുകയാണ് ഇവിടെ. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ ആ കൂട്ടർ തന്നെയാണ് അതിരുകടന്നവർ. ഭാര്യമാരെയും അടിമ സ്ത്രീകളെയും പൂശുന്നതിന് പുറമേ വേറെ ആരെങ്കിലും പൂശാൻ പോയാൽ അവർ അതിരുകടന്നവരാണ് എന്നാണ് ഒടുക്കത്തെ കിതാബിൽ ലോകാവസാനം വരേക്കുള്ള ധാർമ്മികതയായിട്ട് അള്ളാഹു എഴുതി വച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല.
32 തങ്ങളുടെ അമാനത്തുകളെയും ഉടമ്പടികളെയും പാലിച്ചു വരുന്നവരും. വിശ്വാസവഞ്ചന ചെയ്യാത്ത ആൾക്കാർ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉടമ്പടി പാലിക്കുന്നവരും പിന്നെ വിശ്വാസ്യത നിലനിർത്തുന്നവരുമായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പേടിയും പേടിക്കേണ്ട, അവർ സ്വർഗത്തിലാണ് പോവുക. തങ്ങളുടെ സാക്ഷ്യങ്ങളെ നിർവഹിക്കുന്നവരും, സത്യസന്ധമായിട്ട് സാക്ഷി പറയുന്നവരും. ഇതൊക്കെയാണ് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ധാർമ്മികതയായിട്ട് കണക്കാക്കിയിരുന്നത്. സത്യസന്ധമായിട്ട് സാക്ഷ്യം പറയുക, അതുപോലെ തന്നെ വിശ്വാസ്യത ഉടമ്പടികൾ വെച്ച് പാലിക്കുക, വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കുക, കച്ചവടങ്ങളിലൊക്കെ വഞ്ചന ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് നന്മയായിട്ട് കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെ അടിമ സ്ത്രീകളെയും ഭാര്യമാരെയും ഒഴിച്ച് വേറെ സ്ത്രീകളെ വ്യഭിചരിക്കാതിരിക്കുക. ഇതൊക്കെ ആണുങ്ങളുടെ മാത്രം കാര്യമാണ് കേട്ടോ. കാരണം അള്ളാഹു ആണുങ്ങളോട് മാത്രമേ വർത്താനം പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ കണക്കിൽ ആണുങ്ങൾ മാത്രമാണ് മനുഷ്യന്മാർ. പെണ്ണുങ്ങളെന്ന് പറയുന്നത് ആണുങ്ങൾക്ക് പോയി പൂശാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ. കാരണം പക്ക പാട്രിയാർക്കിയൽ ബോധമുള്ള, അടിമ ഉടമ ബോധമുള്ള ഒരു ഗോത്ര മനുഷ്യനായിരുന്നു അള്ളാഹു എന്നതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഇത്തരം ധാർമ്മികത മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. 33 തങ്ങളുടെ സാക്ഷ്യങ്ങളെ നിർവഹിക്കുന്നവരും തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി സൂക്ഷിക്കുന്നവരും അക്കൂട്ടർ എല്ലാം സ്വർഗത്തിൽ വെച്ച് ആദരിക്കപ്പെടുന്നവരാകുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ് തൻ്റെ കൂടെ ഉള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ കൊതിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം 36. എന്നാൽ അവിശ്വസിച്ചവർക്ക് എന്താണ്? നിന്റെ മുമ്പിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, വലത്തോട്ടും ഇടത്തോട്ടും കൂട്ടങ്ങളായിക്കൊണ്ട്. ഇത് നളർ ബിൻ ഹാരിസും മക്കയിലെ മറ്റ് പ്രമാണിമാരും മുഹമ്മദിൻ്റെ ചുറ്റും വന്ന് വളഞ്ഞു നിന്ന് മുഹമ്മദിനെ പരിഹസിക്കുകയും മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട്, മുഹമ്മദ് ആ ഒരു രംഗം മനസ്സിൽ വെച്ചുകൊണ്ട് അവരോടുള്ള കലിപ്പ് കാരണം, മുഹമ്മദിൻ്റെ അസഹിഷ്ണുത കാരണം, മുഹമ്മദിൻ്റെ നിസ്സഹായത കാരണം മുഹമ്മദ് ദേഷ്യം തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവിശ്വസിച്ചവർക്ക് എന്താണ്? നിൻ്റെ മുമ്പിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, വലത്തോട്ടും ഇടത്തോട്ടും കൂട്ടങ്ങളായി ചിതറിക്കൊണ്ടിരിക്കുന്നു. അവരിൽ എല്ലാ മനുഷ്യരും മോഹിക്കുന്നുണ്ടോ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുമെന്ന്? ചീത്ത പറയാണ്. അത് വേണ്ട, അവരെ നാം അവർക്ക് അറിയാവുന്ന വസ്തുവിൽ നിന്നത്രേ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി സൃഷ്ടിയുടെ കാര്യം പറയാം. അവർക്ക് അറിയാവുന്ന വസ്തുവിൽ നിന്നത്രേ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അറിയാവുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ശുക്ലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശുക്ലത്തിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. മക്കാർ മുഹമ്മദിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നീ പറയുന്ന പോലെ സ്വർഗം നരകുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു പേടിയില്ലടോ, ഞങ്ങളിവിടെ തിന്മയൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളിവിടെ നല്ല മനുഷ്യരായിട്ട് തന്നെ ജീവിക്കുന്നത്, ഞങ്ങൾ സത്യസന്ധരാണ്, ഞങ്ങൾ ദാനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പുണ്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിന് വേണ്ടത് കൊടുക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് നല്ല മനുഷ്യരായി ഞങ്ങളിവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല, ഞങ്ങൾ നരകത്തിൽ പോവില്ല, ഞങ്ങൾ സ്വർഗത്തിലേ പോവുള്ളൂ എന്ന് മക്കാരായ പ്രമാണിമാർ മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നത്. നിങ്ങളൊന്നും ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല, നിങ്ങളൊക്കെ നരകത്തിൽ തന്നെയാണ് പോവുക എന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത പറയുന്നത്. ഇനി 40-ാമത്തെ വാക്യം. എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും റബ്ബിനെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു, നിശ്ചയമായും നാം കഴിവുള്ളവർ തന്നെയാണ്. ഈ വാക്യത്തിൽ നല്ല കോമഡി ഉണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ വാക്യമാണ് ഖുർആനിലുള്ളതെങ്കിൽ ഈ വാക്യത്തിൽ അള്ളാഹുവിന് വേറെ റബ്ബുണ്ട് എന്നുറപ്പായി. ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും റബ്ബിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. അപ്പോൾ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനത്തിൻ്റെയും റബ്ബാരാണ്? അത് അള്ളാഹു അല്ല, വേറെ റബ്ബുണ്ട്. അള്ളാഹുവിന് വേറെ റബ്ബുണ്ടെങ്കിലല്ലേ ആ റബ്ബിൻ്റെ പേരിൽ അള്ളാഹു സത്യം ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ തന്നെ പേരിൽ സത്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിശ്ചയമായും നാം കഴിവുള്ളവർ തന്നെയാണ്. അവിടെ ആരാണ് ഈ നാം? അത് മുഹമ്മദാണോ അള്ളാഹു ആണോ? ഇത് പറയുന്നത് മുഹമ്മദ് ആണെങ്കിലും ഈ വാചകം തെറ്റാണ്. ഈ പറയുന്നത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിന് വേറെ റബ്ബുണ്ട് എന്ന് വരും. ഇങ്ങനെ യാതൊരു ഗ്രാമറും ഇല്ലാതെ ഒരർത്ഥവും ഇല്ലാതെ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളമ്പി വെച്ചിരിക്കുകയാണ് ഈ പുസ്തകം നിറയെ. 41 അവരെക്കാൾ ഉത്തമമായവരെ അവർക്ക് പകരം കൊണ്ടുവരുവാൻ നാം മുൻകടക്കപ്പെടുന്നവരല്ലതാനും. ഇവിടെ മുഹമ്മദ് മക്കാരെ ഉപേക്ഷിച്ച് പോയിട്ട് വേറെ ആൾക്കാരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി ആ ആൾക്കാരെ മുഹമ്മദിൻ്റെ കൂടെ കൂട്ടാൻ തീരുമാനമെടുക്കുകയും അതിനനുസരിച്ചുള്ള ഉടമ്പടി ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ മക്കാരൊന്നും എനിക്കില്ലെങ്കിലും ഞാൻ അവിടെ വേറെ ആൾക്കാരായിട്ട് ഏർപ്പാട്
നടത്തിയിട്ടുണ്ട്, വേറെ ആൾക്കാർ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന മുഹമ്മദിൻ്റെ ഒരു അഹങ്കാര സൂചനയാണ് വാക്യത്തിലൂടെ മുഹമ്മദ് അവിടെ പറയുന്നത്. മക്കക്കാരോട് എനിക്ക് നിങ്ങളില്ലെങ്കിലും വേറെ ആൾക്കാരെ എൻ്റെ അള്ളാഹു എനിക്ക് ഏർപ്പാട് ചെയ്ത് തന്നിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത്. 42 ആകയാൽ അവരെ വിട്ടേക്കുക, അവർ മുഴുകിയും കളിച്ചും കൊണ്ടിരിക്കട്ടെ, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന അവരുടെ ദിവസവുമായി അവർ കണ്ടുമുട്ടുന്നത് വരേക്കും. അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണ്, നിനക്ക് ഞാൻ വേറെ ആൾക്കാരെയൊക്കെ ഏർപ്പാട് ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇവരെ അങ്ങോട്ട് വിട്ടാളാ. താക്കീത് ചെയ്യപ്പെടുന്ന ആ ദിവസം, അതായത് അവരുടെ മേൽ ശിക്ഷ ഇറങ്ങുന്ന ആ ഒരു ദിവസം അവർ കണ്ടുമുട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ കണ്ടുമുട്ടാൻ പോകുന്ന ശിക്ഷ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കുന്ന ശിക്ഷയാണ് എന്നാണ് ഇതുവരെ നമ്മൾ വായിച്ചതിൽ നിന്ന് നമുക്ക് തോന്നുക. പക്ഷേ ഇത് പറയുമ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതല്ല. മുഹമ്മദ് വേറെ ആൾക്കാരുമായിട്ട് ഗൂഢാലോചന നടത്തി സന്ധി ഉണ്ടാക്കി മുഹമ്മദ് സ്വന്തം ആൾക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നു എന്ന് മുഹമ്മദ് മനസ്സിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അക്രമ ശിക്ഷയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുള്ളതും. ഈ നദ്ർ ഇബ്നു ഹാരിസിനെ പോലെയുള്ള ആളുകൾ മുഹമ്മദിനോട് ശിക്ഷ ഇറക്കി കാണിക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ശിക്ഷ ഇറക്കാൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ട് മുഹമ്മദ് അവരുടെ മുമ്പിൽ പരാജയപ്പെടുകയും വിളിഭ്യനാവുകയും ചെയ്തു. അതിലുള്ള പ്രതികാരം പിന്നീട് മുഹമ്മദ് നേരിട്ട് ചെയ്യുകയാണ്. അള്ളാഹു ചെയ്യൂല എന്ന് മുഹമ്മദിന് ബോധ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് തന്നെ മദീനയിൽ പോയിട്ട് ശത്രുക്കളുമായി സന്ധി ഉണ്ടാക്കിക്കൊണ്ട് ഇവരെ വന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ നടന്ന ആദ്യത്തെ ആക്രമണത്തിൽ, ബദർ യുദ്ധം നടന്ന ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ നദ്ർ ഇബ്നു ഹാരിസിനെ പോലുള്ളവരുണ്ടായിരുന്നു. അവരെ മുഹമ്മദ് നിർദാക്ഷിണ്യം കൊന്ന് കുഴിച്ചു മൂടി. ആ സംഭവത്തെയാണ് ഇവിടെ അവർ കാണാൻ പോകുന്നു, കണ്ടുമുട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനമായിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ആദ്യകാലത്തെ മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുള്ളത്. ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ മുറവിളി കൂട്ടിയത്. അത് പരലോകത്തെ ശിക്ഷയ്ക്കല്ല. ഇഹലോകത്ത് ഈ ആദിനും സമൂദിനും അതുപോലെ പറയുന്ന പൂർവ്വപ്രവാചകന്മാരുടെ കാലത്ത് അവരെ നിഷേധിച്ചവർക്കും ഉണ്ടായതുപോലെയുള്ള ശിക്ഷ ഞങ്ങളുടെ മേൽ ഇറക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വെല്ലുവിളിച്ചതും പ്രാർത്ഥിച്ചതും. അതിനുള്ള മറുപടി നിങ്ങൾക്ക് പരലോകത്തെ ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടിക്ക് പുറമെ അവരെ മുഹമ്മദ് ആക്രമിച്ച് കൊന്നത് അവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ട വൃത്തികെട്ട ഗതികേടാണ് ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾക്ക് വന്നുപെട്ടത്. മുഹമ്മദ് വാളെടുത്തിട്ട് അവരെ വെട്ടിക്കൊന്നതിനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് വ്യാഖ്യാതാക്കൾ ഉളുപ്പില്ലാതെ എഴുതി വച്ചിട്ടുള്ളത്. ഇതൊക്കെ വായിക്കുമ്പോൾ ശരിക്കും നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ആത്മരോഷമാണ് വരുന്നത്. ഒരു അക്രമിയെ അള്ളാഹുവിൻ്റെ ഡമ്മിയായിട്ട് അവതരിപ്പിക്കുകയാണ് ഇവിടെ ഈ ഖുർആൻ വ്യാഖ്യാതാക്കൾ ചെയ്യുന്നത്. 43 അതായത് ഖബറുകളിൽ നിന്ന് അവർ ബന്ധപ്പെട്ടവരായി പുറത്തു വരുന്ന ദിവസം അവർ ഒരു നോട്ടക്കുറിയിലേക്ക് ധൃതിപ്പെട്ടു വരുന്നത് പോലെയായിരിക്കും. പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഖബറിന്ന് എണീറ്റ് വന്നിട്ട് അവർ നോട്ടക്കുറിയിലേക്ക് ഓടുന്നത് പോലെ ഓടുന്നതാണ്. 44 അവരുടെ കണ്ണുകൾ താഴ്മ കാണിച്ചുകൊണ്ട് നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അതത്രേ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ആ ദിവസം. ഇപ്പോൾ കാലുമാറുകയാണ് ചെയ്തത്. ഇവിടെ എന്താ പറഞ്ഞത്? ഇതുവരെയും അവരോട് വാഗ്ദാനം ചെയ്തിരുന്ന ആ ദിവസം എന്ന് പറയുന്നത് എന്താണ്? ആദിനും സമൂദിനൊക്കെ സംഭവിച്ചതുപോലെ കൊടുങ്കാറ്റ് വരും, വെള്ളപ്പൊക്കം വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന ആ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന മുഹമ്മദ് ആ ശിക്ഷ ഇറക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും ആ ശിക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവസാനം എന്താ പറയുന്നത്? ഖിയാമത്ത് നാളാണ് അവരോട് ഇതുവരെ വാഗ്ദത്തം ചെയ്തിരുന്ന ശിക്ഷ, വേറെ ശിക്ഷയൊന്നും വരൂലാന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ വെള്ളത്തിലായി എന്നർത്ഥം. ഇതാണ് ഈ ഒരു അധ്യായം. ഈ അധ്യായത്തിലുടനീളം മുഹമ്മദിൻ്റെ നിരാശയും പകയും കലിപ്പും പുറത്തേക്ക് നുരഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. മക്കക്കാരുടെ മുമ്പിൽ അമ്പയെ പരാജയപ്പെടുകയും ഇളിഭ്യനാവുകയും തൻ്റെ എല്ലാ ഉടായിപ്പുകളും വാദങ്ങളും പൊളിഞ്ഞ് പാളീസാവുകയും ചെയ്തപ്പോൾ മുഹമ്മദ് എടുത്ത അവസാനത്തെ രക്ഷപ്പെടാനുള്ള ഉടായിപ്പ് വാദങ്ങളാണ് ഈ അധ്യായത്തിലും മറ്റനേകം അധ്യായങ്ങളിലും നമ്മൾ ആവർത്തിച്ചു കണ്ടത്. ഇനിയും ഇതുതന്നെയാണ് നമ്മൾ ആവർത്തിച്ച് കാണാൻ പോകുന്നത്. അടുത്തൊരു അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.